നമ്മൾ നെക്സ്റ്റ് ഡേയ്സിന്റെ പ്രീവിയസ് വീഡിയോസിൽ എങ്ങനെയാണ് റൗട്ടിങ് ചെയ്യുന്നതെന്നായിരുന്നു നോക്കിയത്. അവിടെ നമ്മൾ മാനുവൽ റൂട്ടിംഗ് ആയിരുന്നു അല്ലേ നോക്കിയത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൗട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ, എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹോം റൗട്ടിലാണ്. ഇനി നമുക്ക് എബൌട്ട് പേജിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മാനുവലി /എബൌട്ട് കൊടുക്കും. അല്ല നമ്മൾ ഡാഷ്ബോർഡ് സെറ്റിംഗ്സിലേക്കാണ് പോകുന്നതെങ്കിൽ ആ URL കൊടുക്കും. അപ്പൊ നമ്മൾ മാനുവലി ബ്രൗസറിൽ വന്നിട്ട് ആ ഒരു URL കൊടുത്തിട്ടായിരുന്നു ഓരോ പേജിലേക്കും നാവിഗേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി നമ്മളൊരു റിയൽ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രോഗ്രാമാറ്റിക്കലി ആയിട്ടുള്ള നാവിഗേഷൻസ് അല്ലെങ്കിൽ നാവിഗേഷൻ കോമ്പോണൻസ് ഉണ്ടാവും നമ്മുടെ ഒരു ഇന്റർഫേസിൽ. എക്സാമ്പിൾ ആയിട്ട് ലിങ്ക്സ് അല്ലെങ്കിൽ ബട്ടൺസ് ഒക്കെ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അടുത്ത പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഇപ്പൊ മെനൂസ് ഉണ്ടാവും, മെനു ക്ലിക്കിലായിരിക്കും നമുക്ക് കറസ്പോണ്ടിങ് പേജ് ലോഡ് ചെയ്ത് വരിക. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു നാവിഗേഷൻ ചെയ്തതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് സാധാരണ നിങ്ങളിപ്പോ jQuery ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമ്മൾ നോർമൽ HTML ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെ നാവിഗേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യും, അതിൽ hrefനകത്ത് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് ആ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പേജ് ലോഡ് ചെയ്ത് വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നെക്സ്റ്റ്.js തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പോണന്റ് ആണ് ലിങ്ക് കോമ്പോണന്റ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യും. അപ്പൊ ഇനി ഈ ഒരു ലിങ്ക് കോമ്പോണന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രഡീഷണൽ ആങ്കർ ടാഗിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആവും. അതായത് ഈ ഒരു ആങ്കർ ടാഗിന്റെ കേസിൽ നമ്മൾ വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഫുൾ പേജ് ആണ് റീലോഡ് ആവുന്നത്. ലിങ്കിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഒരു പേജിലെ ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ, ആ ഒരു പാർട്ട് മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പൊ ഫാസ്റ്റർ നാവിഗേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രീഫെച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ വ്യൂ പോർട്ടിൽ ഈ ഒരു ലിങ്ക് വിസിബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി Next.js ഈ ഒരു ലിങ്കിന്റെ പേജസിനെ എടുത്തു വെക്കും. സോ നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ്ലി എന്ത് ചെയ്യും, ഈ ഒരു നെക്സ്റ്റ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകും. അതായത് ആക്സസിങ് നടക്കുന്നത് വ്യൂ പോർട്ടിൽ ലിങ്ക് വിസിബിൾ ആകുമ്പോഴേ ഈ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക് എൻഡിൽ ഈ ഒരു ലിങ്ക് ബേസ് ചെയ്തിട്ടുള്ള പേജ് പ്രീഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നാവിഗേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ ഒരു ലിങ്ക് കോമ്പോണന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എന്റെ ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു കോമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ കോമ്പോണന്റ് ഫോൾഡറിന്റെ അകത്ത് ഒരു പേജ് നോർമൽ നമ്മൾ റിയാക്ടിലെ കോമ്പോണന്റ്സ് ക്രിയേറ്റ് ചെയ്യൂ അല്ലെ, അതുപോലെ തന്നെ നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ട് .js എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് കോമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് Next.js സെർച്ച് ബാറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ക്ലോസ് ചെയ്യാം കേട്ടോ. ലിങ്ക് കോമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലിങ്ക് കോമ്പോണന്റ് /ലിങ്ക് ലിങ്ക് കോമ്പോണന്റ് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാണ്, എക്സ്പോർട്ട് ഡിഫാൾട്ട്. ഇനി ഒരു കോമ്പോണന്റിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ പേജിലേക്കാണോ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു നാവിഗേഷൻ ടാബ് ക്രിയേറ്റ് ചെയ്യാണ്. അതിന്റെ അകത്ത് ഈ ഒരു ലിങ്ക് കോമ്പോണന്റിനെ ഡിഫൈൻ ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് ഹോം പേജിലേക്കാണ് പോകേണ്ടത്. സോ ഞാൻ ഹോം, ആ ലിങ്കിന് ക്യാപ്ഷൻ കൊടുക്കുക, ഹോം എന്ന് കൊടുത്തു. അതായത് ലിങ്കിന്റെ ടെക്സ്റ്റ് നമുക്ക് വ്യൂ ഏരിയയിൽ വിസിബിൾ ആയിരിക്കുന്ന ടെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് href ടാഗിന്റെ ഉള്ളിലാണ് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഡയറക്റ്റ്, നമുക്കറിയാലോ ഹോമിലേക്ക് പോകേണ്ടത് സ്ലാഷ് ആണ്, /, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ കൂടെ ഞാനൊരു Tailwind CSSന്റെ ക്ലാസ്സും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക കേട്ടോ. നമ്മൾ ഓൾറെഡി എന്താണ് Next.jsന്റെ നാവിഗേഷൻ മീൻസ് റൗട്ടിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, പേജസ് ലേഔട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ, ഞാൻ കൊടുത്തേക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് എബൌട്ട് പേജിലേക്ക് പോകണം. ഞാൻ എബൌട്ട് എന്നാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. അഗൈൻ സെയിം സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. href ടാഗിന്റെ അകത്ത് /about സെയിം CSS ക്ലാസ് തന്നെ കൊടുക്കാം. ഫൈനലി നമ്മളൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. സോറി, നമ്മളുടെ ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ലേഔട്ട് ഫയലിലെ, അതായത് Next.js തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു റൂട്ട് ലേഔട്ട് ഫയലിൽ വരിക. അവിടെ ഞാൻ ബോഡിന്റെ അകത്തൊരു ഹെഡർ സെക്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അവിടെ നിന്നിട്ടാണ് എൻ്റെ ഈ ഒരു നാവിഗേഷൻ ബാറിനെ കോൾ ചെയ്യുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു നാവിഗേഷൻ കോമ്പോണന്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇവിടെ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന നാവിഗേഷൻ ലിങ്ക്സ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആങ്കർ ടാഗ് പോലെ തന്നെയാണ് ലിങ്ക് കോമ്പോണന്റും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്പെസിഫിക് ആയിട്ടുള്ള റൗട്ടിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ എബോട്ടിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ആക്റ്റീവ് ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യൂലേ, അതായത് കറന്റ് നമ്മൾ നിൽക്കുന്ന പേജിന്റെ കറസ്പോണ്ടിങ് ലിങ്ക് എന്റെ ആ ഒരു CSS അതൊരു ആക്റ്റീവ് ലിങ്ക് ആയിട്ട് ഇപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ലിങ്കിന്റെ കളർ ചേഞ്ച് എന്തെങ്കിലും കൊടുത്ത് ആക്റ്റീവ് നമുക്ക് ഏതാണോ ആക്റ്റീവ് ലിങ്ക് അത് ഇന്റർഫേസിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു നെക്സ്റ്റേഴ്സിൽ ആക്റ്റീവ് ലിങ്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഇതിന് വേണ്ടിയിട്ട് നെക്സ്റ്റേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹുക്കാണ് യൂസ് പാത്ത് നെയിം ഹുക്ക്. ഇത് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ലിങ്ക് കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ യൂസ് പാത്ത് നെയിം ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്റർഫേസിൽ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എറർ കാണാം, ഫെയിൽ ടു കമ്പയർ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റിയാക്ടില് റിയാക്ടിനല്ല, ഇപ്പൊ നമ്മൾ ഫ്രെയിം വർക്കിൽ ഇപ്പം എന്താ പറയാ റിയാക്ട് 19 ഒക്കെ വന്നപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഫ്രെയിം വർക്കിൽ അല്ലാതെയും റിയാക്ട് സെർവർ സൈഡ് കോമ്പോണന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നെക്സ്റ്റേഴ്സ് അല്ലേ നോക്കുന്നത്. അപ്പൊ നെക്സ്റ്റേഴ്സിന്റെ കേസിൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ഡിഫാൾട്ട് എല്ലാ കോമ്പോണൻസും സെർവർ സൈഡ് കോമ്പോണൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറക്റ്റീവ്, അതായത് യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് സെർവർ സൈഡും ക്ലയന്റ് സൈഡും കോമ്പോണന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമുക്ക് തൽക്കാലം നമ്മുടെ ഈ കോമ്പോണന്റിനെ ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. കാരണം ഈ ഒരു യൂസ് പാത്ത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹുക്ക് ക്ലയന്റ് സൈഡ് കോമ്പോണന്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ആക്റ്റീവായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ക്ലയന്റ് സൈഡ് കോമ്പോണന്റിലാണ് നമുക്ക് ഈ ഒരു ഹുക്കിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഞാൻ ഈ ഒരു കോമ്പോണന്റ് ഒരു ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഹുക്ക് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് കറന്റ്ലി നമ്മുടെ ഈ ഒരു ബ്രൗസറിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ലിങ്ക് ഏതാണോ അതാണ്. ഇപ്പൊ എബോട്ടിലേക്കാണ് പോകുന്നെങ്കിൽ എബോട്ട് ആയിരിക്കും, അല്ല ഡാഷ്ബോർഡ് സെറ്റിംഗ്സിലേക്കാണ് പോകുന്നതെങ്കിൽ ഡാഷ്ബോർഡ് സെറ്റിംഗ്സ് ആയിരിക്കും. ഇപ്പൊ കറന്റ്ലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു കംപ്ലീറ്റ് URL ആ ഒരു പാത്ത് ആയിരിക്കും ഈ ഒരു ഹുക്ക് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. സോ ഞാൻ അതൊരു വേരിയബിളിലേക്ക് എടുക്കുകയാണ്, കോൺസ്റ്റന്റ് പാത്ത് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് യൂസ് പാത്ത് നെയിം ഹുക്കിനെ കോൾ ചെയ്ത് ആക്സസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ ഒരു പാത്ത് നെയിമിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ലിങ്കിന്റെ CSS ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CSS പോർഷൻ ആണല്ലോ വേരി ആവുക. സോ ഞാൻ ഇവിടെ മാനുവലി ചെയ്തിരിക്കുന്ന ഈ ഒരു CSS ക്ലാസ്സിലെ ഇതിനെ ഒന്ന് റിമൂവ് ചെയ്യുവാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ മാനുവൽ ആയിട്ട് കുറച്ച് സ്റ്റൈൽ, അതായത് XY കാര്യങ്ങളൊക്കെ പാഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു, റൗണ്ടഡ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. അപ്പം ഹോം റൗട്ട് ആണെങ്കിൽ ഇതിന്റെ പാത്ത് നെയിം എന്ന് പറയുന്നത് സ്ലാഷ് ആയിരിക്കുമല്ലോ, ഫോർവേഡ് സ്ലാഷ് ആയിരിക്കുമല്ലോ. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക, പാത്ത് നെയിം ഈക്വൽ ടു ഫോർവേഡ് സ്ലാഷ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹോം റൗട്ടിലാണ്, അതായത് ഫോർവേഡ് സ്ലാഷ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലിങ്കിന് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ബ്ലൂ സെറ്റ് ചെയ്ത് കൊടുക്കും, ടെക്സ്റ്റ് കളറായിട്ട് വൈറ്റും കൊടുക്കും. അല്ല വേറൊരു ലിങ്കിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ടെക്സ്റ്റ് കളർ ബ്ലൂവും ബാക്ക്ഗ്രൗണ്ട് കളറും ഒന്നും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കില്ല. അതായത് ഫസ്റ്റ് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ സെറ്റ് ചെയ്തു, ടെക്സ്റ്റ് കളർ വൈറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കളർ ബ്ലൂ തന്നെയായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ സെറ്റ് ചെയ്യില്ല. ഇതേ കാര്യം തന്നെ ബാക്കി രണ്ട് ലിങ്കിനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് റൗട്ടിന്റെ നെയിം മാത്രം മാറ്റി കൊടുത്താൽ മതി. നമ്മൾ മാനുവലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന CSS പോർഷൻസ് ഒന്ന് റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് ഇതിന്റെ പാത്ത് നെയിം, ഇപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ സ്ലാഷ് എബൌട്ട് ആണ്, എബൌട്ട് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ബ്രൗസറിൽ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിൽക്കുന്നത് ഡാഷ്ബോർഡ് സെറ്റിംഗ്സിലായതുകൊണ്ട് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആയി, അതുപോലെ തന്നെ എന്താ പറയുക ടെക്സ്റ്റ് കളർ വൈറ്റ് ആയി, ആക്റ്റീവ് ലിങ്ക് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേറൊരു ലിങ്കിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പ്രീവിയസ് ലിങ്കിനെ റീസെറ്റ് ചെയ്യും, കറണ്ട് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ലിങ്കിനെ ആക്റ്റീവ് ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ബേസിക്കലി ഈ ഒരു യൂസ് പാത്ത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആക്റ്റീവ് ലിങ്കിനെ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ റിയൽ പ്രൊജക്റ്റിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ലിങ്കും അതുപോലെ തന്നെ നോർമൽ ലിങ്ക്സുകളും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ലിങ്ക് കോമ്പോണൻസിനെ കുറിച്ചായിരുന്നു അല്ലെ. അതായത് ലിങ്ക് നമുക്ക് എന്താ പറയുക ഇതുപോലെ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് പ്രോഗ്രമാറ്റിക്കലി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു ബട്ടൺ ക്ലിക്കില്ലെങ്കിൽ ഫോമിന്റെ സബ്മിറ്റിൽ ഒക്കെ വേറൊരു പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു എബൌട്ട് പേജിന്റെ അകത്ത് ഒരു ബട്ടൺ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. എനിക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ഹോമിലേക്ക് പോകണം. അപ്പൊ മെനു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് യൂസ് ചെയ്തിട്ട് വേണം, ബട്ടൺ ക്ലിക്കിൽ പ്രോഗ്രമാറ്റിക്കലി ആണ് എനിക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ യൂസ് പാത്ത് നെയിം ഹുക്കിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഹുക്കാണ് യൂസ് റൗട്ടർ ഹുക്ക്. യൂസ് റൗട്ടർ ഹുക്കിന്റെ അകത്ത് അത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഇതുപോലെ ഫോർവേഡ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു റൗട്ടിലേക്കൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ എബൌട്ട് പേജിലെ അതിന്റെ അകത്ത് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇതിനൊരു കണ്ടെയ്നർ ആക്കി മാറ്റുകയാണ്. ഇപ്പോഴത്തേക്ക് അതിനകത്തൊരു h1 ടാഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു h1 ടാഗ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനൊരു കണ്ടെയ്നർ ഡിവിഷൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ബട്ടൺ ക്ലിക്കാണ് നമുക്ക് തിരിച്ച് ഹോം പേജിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഒരു ബട്ടൺ ഒരു CSS ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടെയിൽവിൻഡ് CSSന്റെ കുറച്ച് ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഹുക്ക്, അതായത് യൂസ് റൗട്ടർ ഹുക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഈ ഒരു യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞ ഡയറക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ യൂസ് റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പോണന്റിന്റെ ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്ലാഷ് നാവിഗേഷനിൽ നിന്ന് വേണം കേട്ടോ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ഈ റൗട്ടർ യൂസ് റൗട്ടർ ഹുക്കിനെ കോൾ ചെയ്യുവാണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അത് റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്കാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബട്ടന്റെ ക്ലിക്ക് ഇവന്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓൺ ക്ലിക്കില് നമ്മൾ ഈ റൗട്ടർ ഒബ്ജക്റ്റിന്റെ ഡോട്ട് പുഷ് മെത്തേഡിനെ കോൾ ചെയ്യാം. ഇതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഈ ഒരു റൗട്ടർ മെത്തേഡ് നമുക്ക് ഇതുപോലെ ഫോർവേഡ് ബാക്ക്വേർഡ് പുഷ് ഇതൊക്കെ 4 മെയിൻ മെത്തേഡ്സ് ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പുഷ് മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ഏത് പേജിലേക്കാണ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നാവിഗേറ്റ് ചെയ്ത് പോകേണ്ടത് ആ പേജിന്റെ URL കൊടുക്കാം. അപ്പൊ ഇത് കൂടാതെ ഇതൊരു ഹിസ്റ്ററി സ്റ്റാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്കില് ഇപ്പൊ ഏതായിരുന്നോ ഏത് പേജിൽ നിന്നാണോ നാവിഗേറ്റ് ചെയ്ത് വന്നത് തിരിച്ച് ബാക്ക് ആ പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൗട്ടർ ഡോട്ട് ബാക്കിനെ കോൾ ചെയ്താൽ മതി. അല്ല നമുക്ക് പുതിയൊരു പേജിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പുഷ് മെത്തേഡ്. അല്ല നമുക്ക് ഓൾറെഡി ഈ പേജ് നമ്മൾ ആക്സസ് ചെയ്തിട്ട് വേറൊരു പേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പേജിലേക്ക് തന്നെ, അപ്പൊ ഒരു ഫോർവേഡ് ഹിസ്റ്ററി അവിടെ ഉണ്ട്. അപ്പൊ ആ നമ്മൾ നേരത്തെ ഫോർവേഡ് പോയ സെയിം പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോർവേഡ് മെത്തേഡിനെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പൊ ഒരു ഹിസ്റ്ററി ഉണ്ട്, ബാക്ക്വേർഡും ഫോർവേഡും ഒരു ഹിസ്റ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ക്ലിക്ക് ചെയ്യുമ്പോൾ. ഇനി ഈ ഹിസ്റ്ററിനെ റീപ്ലേസ് ചെയ്യണം. അതായത് നേരത്തെ ബാക്ക് പോയ പേജിലേക്കല്ല, ആ ഒരു ഹിസ്റ്ററിയിൽ നമ്മൾ ബാക്ക് പോയ പേജിലേക്കല്ല പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് മെത്തേഡ് ത്രൂ ആ ഹിസ്റ്ററിനെ ഓവർ റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഒരു പുതിയ റൗട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഒരു ഹിസ്റ്ററി സ്റ്റാക്കിലേക്ക് നമ്മൾ ഈ പോകുന്ന റൗട്ടിനെ ആഡ് ചെയ്യും. നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാം, നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡിന് വേണ്ടിയിട്ട് ഈ ഒരു റൗട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇന്റർഫേസിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എബൌട്ട് പേജിൽ ആ ഗോ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഹോം പേജിലേക്ക് പോകാം. അപ്പൊ എഗെയിൻ നമുക്ക് തിരിച്ചു വന്നിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രമാറ്റിക്കലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോകാം. അതിന് യൂസ് ചെയ്യുന്നത് യൂസ് റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പേജ് റൗട്ട്സിനെ കുറിച്ചായിരുന്നു അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഡേയ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് റൗട്ട് ഹാൻഡ്ലേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ റൗട്ട് ഹാൻഡ്ലേഴ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ആദ്യം നമുക്ക് പേജ് റൗട്ട്സിനെ കുറിച്ച് പറയാം. അവിടെ നമുക്ക് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അത് റെസ്പോണ്ട് ചെയ്യുന്നത് ഓരോ HTML കണ്ടന്റ് ആണ്. അതായത് നമുക്ക് എബൌട്ടിന്റെ റൗട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ പർട്ടിക്കുലർ HTML കണ്ടന്റ്, അല്ലെങ്കിൽ ഡാഷ്ബോർഡ് സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള HTML. ഇനി റൗട്ട് ഹാൻഡ്ലേഴ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
കംപ്ലീറ്റ് റെസ്റ്റ്ഫുൾ എൻഡ് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ കസ്റ്റം റിക്വസ്റ്റ് ഹാൻഡ്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൗട്ട് ഹാൻഡ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സെപ്പറേറ്റ് ബാക്ക് എൻഡ് സപ്പോർട്ട് ഇല്ലാതെ, ഇപ്പൊ സാധാരണ നമ്മൾ മെയിൻ സ്റ്റാക്ക് എന്നൊക്കെ പറയൂലേ, അതായത് റിയാക്ട്, നോഡ് ജെഎസ്, എക്സ്പ്രസ് ജെഎസ് എന്നൊക്കെ പറയും. ഇത് യൂസ് ചെയ്യാതെ നമ്മുടെ API എൻഡ് പോയിന്റ്സ് നെക്സ്റ്റ്.js തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്പ് ഡയറക്ടറിന്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന HTTP റിക്വസ്റ്റ്, ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് എല്ലാം നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സെക്യൂർ ആണ്. ഇനി നമ്മുടെ എല്ലാ ടൈപ്പ് API റിക്വസ്റ്റിനും, അതിപ്പോ ഫോം സബ്മിഷനോ അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്വറീസോ എല്ലാം നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൗട്ട് ഹാൻഡ്ലേഴ്സ് കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്യൂരിറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ലൈക്ക് API കീസ് ഒക്കെ ആണെങ്കിലും എന്തായിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. കാരണം സെർവർ സൈഡും ക്ലയന്റ് സൈഡും എല്ലാം ഈ ഒരു കംപ്ലീറ്റ് ഫുൾ സ്റ്റാക്ക് റൺ ചെയ്യുന്നത് ഈ ഒരു നെക്സ്റ്റ്.js ബേസിലായതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തണ്ടർ ക്ലൈന്റ് ആണ്. നിങ്ങൾ VS കോഡിന്റെ എക്സ്റ്റൻഷനിൽ പോയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു റൗട്ട് ഹാൻഡ്ലേഴ്സിൽ റൗട്ട് ക്രിയേറ്റ് ചെയ്യണം, ഒരു API എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് നമ്മൾ ആപ്പ് ഡയറക്ടറിന്റെ ഉള്ളിൽ ഞാനൊരു യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് ഡാറ്റ കൊടുക്കുന്നത്, കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനൊരു യൂസേഴ്സിന്റെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി ഒരു യൂസർ ഫോൾഡറിന്റെ അണ്ടറിൽ നമ്മൾ route.js ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഞാൻ പേജിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇതിന്റെ നെയിമിംഗ് കൺവെൻഷൻ ആണ്. നമ്മൾ റൗട്ടിന് തന്നെ യൂസ് ചെയ്യണം. .js അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ TS യൂസ് ചെയ്യാം. ഞാൻ .js ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അകത്ത് നമ്മുടെ ഹാൻഡ്ലേഴ്സിനെ, അതായത് റിക്വസ്റ്റ് ഹാൻഡ്ലേഴ്സിനെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഒരു ഗെറ്റും പോസ്റ്റ് മെത്തേഡ്, നമ്മൾ വെബിൽ ഏതൊക്കെയാണോ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത് ഇതിന്റെ അകത്ത് ഡിഫൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് മെത്തേഡ്, ഗെറ്റും പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് അഗെയിൻ അസിങ് മെത്തേഡ്, അസിൻക്രണസ് ഫങ്ഷൻ. ഞാൻ രണ്ട് മെത്തേഡാണ്. ഫസ്റ്റ് ഗെറ്റ് മെത്തേഡ്, സെയിം തന്നെ നമുക്ക് പോസ്റ്റിനും യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഗെറ്റ് മെത്തേഡിനെ ഡിഫൈൻ ചെയ്യാം. പോസ്റ്റ് മെത്തേഡിൽ തൽക്കാലം എഴുതുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഡാറ്റ എടുക്കുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള അരേസ് എന്നാണ്, യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അരേന്ന്. ഇതിന് പകരം നമ്മൾ നോർമൽ പ്രൊജക്റ്റിലാണെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യും. യൂസേഴ്സിന്റെ അകത്തൊരു ID ഉണ്ട്, അതുപോലെ തന്നെ നെയിമും ഇമെയിൽ IDയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗെറ്റ് മെത്തേഡിനെയല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ JSON ഫോർമാറ്റിലാക്കിയിട്ട് ഈ ഒരു യൂസേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതുപോലെ ജസ്റ്റ് റിട്ടേൺ. പിന്നെ നോർമലി നമ്മൾ വെബ് API റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന റിക്വസ്റ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റ് ആട്ടോ ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഇവിടെ റെസ്പോണ്ട് അല്ലേ ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇവിടെ റെസ്പോൺസ് ചെയ്യാനുള്ളതുകൊണ്ട് response.json ഫോർമാറ്റിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ഒരു യൂസേഴ്സിന്റെ അരേനെ റിട്ടേൺ ചെയ്യാം. അപ്പൊ ജസ്റ്റ് യൂസേഴ്സിന്റെ അരേനെ റിട്ടേൺ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തണ്ടർ ക്ലയന്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. തണ്ടർ ക്ലയന്റിൽ പോയിട്ട് നമ്മുടെ ബേസ് URL ഫസ്റ്റ് കൊടുക്കാം, അതായത് ലോക്കൽ ഹോസ്റ്റ് 3000 കൊടുക്കുക. അതിന്റെ അകത്ത് യൂസർ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യൂസർ കൊടുത്താൽ നമ്മൾ റെസ്പോൺസിൽ പോയിട്ടുണ്ടെങ്കിൽ സക്സസ് ആണ്, സ്റ്റാറ്റസ് 200 ആണ്, സൈസ് ടൈം. അതിന്റെ കൂടെ നമ്മൾ അരയിൽ രണ്ട് ഒബ്ജക്റ്റ് അല്ലേ ഉള്ളത്, ഒരു ആലിയസും ബോബും, ഇവരുടെ രണ്ടിന്റെയും ഡാറ്റ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അഗൈൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ റൗട്ട് ഹാൻഡ്ലേഴ്സിനകത്ത് നമുക്ക് റിക്വസ്റ്റും റെസ്പോൺസും ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ഈ പോസ്റ്റിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഈ ഒരു റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പൊ ക്ലയന്റ് സൈഡിലാണെങ്കിൽ ഇപ്പൊ ഫോം സബ്മിറ്റ് ചെയ്യുന്ന ഫോമിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കുമല്ലോ റിക്വസ്റ്റിന്റെ കൂടെ വരിക. അപ്പൊ പോസ്റ്റിന്റെ ഇൻപുട്ട് ആയിട്ട് നമുക്ക്, അതായത് ഫംഗ്ഷണൽ പാരാമീറ്റർ ആയിട്ട് നമുക്ക് ഈ റിക്വസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ അകത്തുനിന്ന് പോസ്റ്റ് ചെയ്യേണ്ട ഡാറ്റ നമുക്ക് JSON ഫോർമാറ്റിൽ ആക്സസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം ഒരു ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്കാണ് കേട്ടോ അസൈൻ ചെയ്യുന്നത്. ബോഡി ഈക്വൽ ടു പിന്നെ അവൈഡ് body.jsonലേക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് അവരുടെ ഡെഫിനറ്റ് ആയിട്ടും നമുക്കൊരു നെയിമും ഇമെയിൽ IDയും സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, പുതിയൊരു യൂസറിനെ ഇത് ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു അരയിലേക്ക്, എക്സിസ്റ്റിംഗ് യൂസേഴ്സിന്റെ അരയിലേക്ക് പുഷ് ചെയ്യണം. സോ നമുക്ക് കോൺസ്റ്റ് ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാം. ഇതിന്റെ അകത്തേക്ക് ഫസ്റ്റ് നമുക്ക് ID നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ യൂസേഴ്സിന്റെ ലെങ്ത് എത്രയാണോ അത് +1 ആയിരിക്കുമല്ലോ പുതിയ യൂസറിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ID. അതിന്റെ കൂടെ നമുക്ക് ഈ വരുന്ന ബോഡീനെയും കൂടെ ഡീസ്ട്രക്ചറിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ യൂസേഴ്സിന്റെ അരയിലേക്ക് ഈ ഒരു പുതിയ വന്നിരിക്കുന്ന യൂസറിനെ, അതായത് ന്യൂ യൂസറിനെ പുഷ് ചെയ്യാം.
ഫൈനലി നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് JSON ഓഫ് നമ്മുടെ ന്യൂ യൂസറിന്റെ ഡാറ്റ എന്താണോ അത് പാസ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് കോഡും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കറിയാലോ ക്രിയേറ്റഡിന്റെ സ്റ്റാറ്റസ് കോഡ്, അതായത് പോസ്റ്റ് ആണെങ്കിൽ 201 ആയിരിക്കുമല്ലോ, അതും കൂടെ സെൻഡ് ചെയ്യാം. സോറി, ഞാനിവിടെ ഡാറ്റ ബോഡിയിൽ നിന്ന് ആക്സസ് ചെയ്തു പോയി. നമുക്ക് റിക്വസ്റ്റിൽ നിന്നാണ് ആക്സസ് ചെയ്യേണ്ടത്. റിക്വസ്റ്റ് ഡോട്ട്, അതായത് ഇൻകമിംഗ് റിക്വസ്റ്റ് വരുന്നു, ഡാറ്റ ആക്സസ് ചെയ്യുന്നു, ഡാറ്റ നമുക്ക് ആവശ്യമുള്ള പോലെ ക്രിയേറ്റ് ചെയ്ത് ഈ അരയിലേക്ക് പുഷ് ചെയ്യുന്നു. ആ ഡാറ്റേനെ വിത്ത് ക്രിയേറ്റഡ് സ്റ്റാറ്റസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. എഗെയിൻ നമുക്ക് തണ്ടർ ക്ലൈന്റിൽ വന്നിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ URL കൊടുക്കുക /user, പിന്നെ പോസ്റ്റ് ആയതുകൊണ്ട് പോസ്റ്റ് മെത്തേഡിനെ ചൂസ് ചെയ്യുക. ബോഡിയിൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റേനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ നെയിം ആയിട്ട് അനു എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമെയിൽ ID നമ്മൾ ഓൾറെഡി ഓട്ടോ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക് എൻഡിൽ ഞാൻ anu@gmail.com എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. നമുക്ക് പുതിയ ആ ഒരു ID 3 പുതിയ യൂസറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ടാബും കൂടി എടുത്തിട്ട് ഈ ഒരു ഗെറ്റ് മെത്തേഡും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗെറ്റ് മെത്തേഡിന്റെ ഉള്ളിൽ ആ 3 യൂസേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ പേജ് റൗട്ടറിന്റെ കേസിൽ ഡൈനാമിക് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കേസിലും ചെയ്യാം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഐഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ഒരു റിക്വസ്റ്റിൽ ഒരു സ്പെസിഫിക് ID ഉണ്ടാവും. ആ ഐഡിനെ ബേസ് ചെയ്തിട്ട് വേണം എനിക്ക് ഈ യൂസേഴ്സിന്റെ അരയിൽ യൂസറിനെ ആക്സസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ID യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതായത് നമ്മൾ ഒരു പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്തപ്പം ID വെച്ചിട്ട് അതിന്റെ ഫോൾഡർ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ സെറ്റ് ചെയ്തില്ലേ, സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ഈ യൂസേഴ്സിന്റെ അണ്ടറിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഡൈനാമിക് ആയിട്ടാണ് ഇതിന്റെ പാരാമീറ്റർ വരുന്നതെങ്കിൽ എഗെയിൻ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം ആ ഒരു നെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ID എന്ന് കൊടുത്തു. ഇതിന്റെ അകത്ത് സെയിം നെയിമിംഗ് കൺവെൻഷൻ, അതായത് route.js ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരേ, അതായത് നമ്മൾ ഓൾറെഡി റൗട്ട്സിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂസേഴ്സിന്റെ അരേ, അതിനെ ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഗെറ്റ് മെത്തേഡ് നമുക്ക് ആക്സസ് ചെയ്യുവാണല്ലോ ചെയ്യേണ്ടത്. സോ ഗെറ്റ് മെത്തേഡ് എഴുതാം അസിങ് ഫങ്ഷൻ ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഗെറ്റിന്റെ കേസിലാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ഒബ്ജക്റ്റ്, നമ്മൾ പോസ്റ്റിന്റെ കേസിൽ കണ്ട പോലെ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് വേണം. നമുക്ക് രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ഇമ്പോർട്ടന്റ്. അത് നമ്മൾ ഓൾറെഡി റൗട്ട്സിന്റെ കേസിൽ സ്പേസ് റൗട്ടറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പാരംസ് ഒബ്ജക്റ്റ്, അതായത് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ ഫോൾഡർ നെയിമിനെ ബേസ് ചെയ്തിട്ട് URL എന്താണോ ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് എന്താ ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്? ID ആണ് അല്ലെ, യൂസർ ID ആണ് നമുക്ക് വരുന്നത്. സോ ഞാൻ ഈ പാരം ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുകയാണ് ID എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക്. പാരംസിനെ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ബിൽറ്റ്-ഇൻ മെത്തേഡ്, ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു അവർ സെൻഡ് ചെയ്തിരിക്കുന്ന IDനെ ബേസ് ചെയ്തിട്ടുള്ള യൂസറിനെ ആക്സസ് ചെയ്യാം. ഫസ്റ്റ് യൂസർ ഈക്വൽ ടു യൂസേഴ്സ് ഡോട്ട് ഫൈൻഡ് ലൂപ്പ് ചെയ്യുമല്ലോ. ഓരോ ഈച്ച് യൂസറിനെ ആക്സസ് ചെയ്യാം. അവിടെ ഫിൽട്ടർ കണ്ടീഷൻ എന്താണ്? ഈ യൂസറിന്റെ അകത്തുള്ള ID ഈക്വൽ ടു നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഈ ID. അപ്പൊ ഞാൻ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് കേട്ടോ. പാഴ്സിംഗ് ഓഫ് ID. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്ന യൂസർ ഏതാണോ അതിനെ JSON ഫോർമാറ്റിൽ റെസ്പോണ്ട് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് JSON ഓഫ് ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു യൂസറിനെ റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും യൂസറിന്റെ അരേനെ എക്സ്പോർട്ട് ചെയ്യണമല്ലോ. എക്സ്പോർട്ട് ചെയ്യാം. ഫൈനലി നമുക്ക് തണ്ടർ ക്ലൈന്റ് യൂസ് ചെയ്തിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാം. തണ്ടർ ക്ലൈന്റിൽ വരിക, നമ്മുടെ ലോക്കൽ ഹോസ്റ്റിനെ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പം / നമുക്ക് ഏത് യൂസർ ആണോ വേണ്ടത് ആ യൂസറിനെ കൊടുക്കുക. അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് യൂസറിന്റെ ഡീറ്റെയിൽ ആണ് വേണ്ടതെങ്കിൽ 2 കൊടുക്കുക. /2 കൊടുക്കുമ്പോൾ ID 2 ആയി. 2നെ ബേസ് ചെയ്തിട്ട് ഈ അരയിൽ, അപ്പൊ ഈ അരയിൽ 2 എന്ന് പറയുന്നത് ബോബിന്റെ ഡീറ്റെയിൽ ആയതുകൊണ്ട് നമുക്ക് റെസ്പോണ്ട് ആയിട്ട് ബോബിന്റെ ഡീറ്റെയിൽസ് വന്നു. ഇനി ഇൻ കേസ് നമുക്ക് ഫസ്റ്റ് യൂസറിന്റെ ഡീറ്റെയിൽ ആ വേണ്ടെങ്കിൽ 1 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇതുപോലെ നമുക്ക് ഡൈനാമിക് ആയിട്ട് ഡാറ്റാനെ ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് ഡാറ്റാബേസ് ക്വറീസും ഫോം സബ്മിഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡാറ്റാബേസ് ഫെച്ചിങ്, അതായത് ഡാറ്റ ഫെച്ചിങ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മളൊരു ബേസിക്സ് ആണ് റൗട്ട് ഹാൻഡ്ലേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തത്. ഓൾമോസ്റ്റ് റൗട്ടിങ്ങിന്റെ എല്ലാ കോൺസെപ്റ്റും നമ്മൾ നെക്സ്റ്റ് ഇയേഴ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. പേജ് റൗട്ടിംഗ്, അതായത് ഫയൽ ബേസ്ഡ് ആപ്പ് റൗട്ടറിന്റെ ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് മെക്കാനിസം, പേജസ്, ലേഔട്ട്സ്, അതുപോലെ തന്നെ റൗട്ട് ഹാൻഡ്ലേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡാറ്റാബേസ് ഫെച്ചിങ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു നെക്സ്റ്റ് ഇയേഴ്സ് 15 സീരീസ് ആണ്. ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് ഡെഫിനറ്റ് ആയിട്ടും കണ്ടു നോക്കുക. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് ചെയ്ത വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കോഡിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്